ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോൺസ് മസാലയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ പത്തിരിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം, രസം തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവിയിൽ വേവിച്ച ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. പ്രോൺസ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വന്നു. അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തു, 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തു, കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം നല്ലതുപോലെ മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നാക്കിയെടുക്കാം. ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ മറ്റേ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഗരം മസാല വേണ്ടവർക്ക് ഇടാം, അല്ലാത്ത വേണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗരം മസാല ചേർക്കേണ്ടതെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ തന്നെ വേവുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഗരം മസാല ചേർക്കുമ്പോൾ അത് നമുക്ക് അറിയാതെ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പ്രോൺസ് മസാല തയ്യാറാക്കുമ്പോൾ ഗരം മസാല ഇടാത്തത്. അതിലേക്ക് 2 ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മാറിക്കഴിയുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പമുള്ള തേങ്ങയുടെ പകുതി ഞാൻ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ 2 പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് മുളകൊക്കെ ശരിക്കും ചെമ്മീനിലേക്ക് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ കൂടുതലാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനാഗിരി നമുക്ക് 1 സ്പൂൺ മുതൽ 1.5-2 സ്പൂൺ വരെ ആക്കാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൽ ഒഴിക്കണുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു, പിന്നെ ചെമ്മീൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിരുന്നു. അപ്പോൾ നോക്കിയിട്ട് മാത്രം, അതുപോലെ ചെയ്യണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് മാത്രം നമ്മൾ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് നമുക്ക് ചെമ്മീൻ ഇതിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല, നമുക്ക് പച്ചച്ചെമ്മീൻ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയുടെ 2 പാൽ ഒഴിക്കുന്നതിൻ്റെ കൂടെ ചെമ്മീനിട്ട് വേവിച്ചെടുത്താൽ മതി. പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലിരുന്ന ചെമ്മീൻ വേഗം തന്നെ ആദ്യമേ വേവിച്ച് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേവിച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതിൽ ശരിക്കും മുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തലപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ്സേ ഉള്ളൂ, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തലേന്ന് എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ മാത്രം ഓഫ് ചെയ്താൽ മതിയേ. കറി ഇപ്പോൾ തിളച്ച് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പ്രോൺസ് മസാല തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണിത്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും പത്തിരിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ രസമാണ്. അപ്പോൾ ഇന്നത്തെ ഈ സ്വാദിഷ്ടമായ നമ്മുടെ പ്രോൺസ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക് യു.